ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നൂറാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഈ ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നതെന്നും ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ വേണം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സവാള വേണം. അതേപോലെ തന്നെ ഞാൻ ഈ കാണിക്കുന്ന സൈസിൽ ഒരു 1.5 തക്കാളി, അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, അതേപോലെ ഒരു പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ വേണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ 2 സവാള ഉണ്ടല്ലോ, അത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിടുക. അതേപോലെ എടുത്തു വെച്ചിരുന്ന തക്കാളിയും ഇതേപോലെ അരിഞ്ഞിടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതേപോലെ ചതച്ചിടുക. അതിലേക്ക് അല്പം മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ പുതിനയില മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് ഞാനിപ്പോൾ 1/4 കപ്പ് പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഇട്ട് 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ ആവശ്യത്തിന് ഉപ്പും. പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിക്കുക. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ട് നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് ഇതെല്ലാം കൂടി ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനും സവാളയും തക്കാളിയും എല്ലാം കൂടെ എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമ്മളിത് അടുപ്പിൽ വെക്കണം. ഇതിലേക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് വേണം, ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കുക. ഇപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ കുക്കർ മൂടി വിസിലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള റൈസ് ഞാൻ ഒരു 3 കപ്പ് റൈസ് ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം അടിച്ചുള്ളൂ. അതേപോലെ കംപ്ലീറ്റ് സ്റ്റീം പോയതിന് ശേഷം തുറന്ന് നോക്കിയതാണിത്. അപ്പോൾ ഇപ്പോൾ ചിക്കനിലെ വെള്ളമാണ് ഇറങ്ങിയതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം നമ്മളിനി ഈ വെള്ളം മൊത്തം പറ്റിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് തീ ഇട്ടിട്ട് ഇതേപോലെ ഒരു സ്പൂൺ നടുക്കിലൊന്ന് വെച്ച് നോക്കിക്കേ, അടിക്ക് പിടിക്കത്തേയില്ല. ഒരു സ്പൂൺ ഇങ്ങനെ നടുക്ക് വെച്ചെങ്കിൽ. ഞാൻ അങ്ങനെ ഇട്ടിട്ട് വെള്ളമൊക്കെ നല്ല പറ്റിച്ച് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് പറ്റി. വെള്ളം പറ്റി കഴിഞ്ഞെങ്കിൽ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രമൊക്കെ വെച്ചു. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ എണ്ണയും അതേപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതേപോലെ ജാതിപത്രി ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം 2 ബേ ലീഫും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഇതേപോലെ പൊടിയായി അരിഞ്ഞതും 1 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചിക്കൻ്റെ ടേസ്റ്റ് മേക്കറില്ലേ, മാജിക് ക്യൂബ്, അതൊരെണ്ണം പൊടിച്ചിട്ട് കൊടുക്കുക കൈകൊണ്ട് തന്നെ. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരിയൊക്കെ ഒരു നെറ്റ് വെച്ച് അതിൻ്റെ ഫുള്ള് വെള്ളവും കളഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് തട്ടി കൊടുക്കാൻ. എന്നിട്ട് അരി ഒന്ന് വറുക്കണം. അരി വറുക്കുമ്പം തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം അരി വറുക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റോളം അരി വറുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 3 കപ്പ് അരിക്ക് 6 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ച് തീ അങ്ങ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടാവും. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയതാണിത്. നമ്മുടെ റൈസ് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ബിരിയാണിയുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രം വെക്കൽ ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പഴയ ഒരു ഫ്രൈങ് പാനോ എന്തെങ്കിലും വെച്ചാൽ മതി. ഇനി നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ അല്പം നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം റൈസ് ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് ലെയർ എപ്പോഴും റൈസ് ആയിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ലെയർ റൈസൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ആ ഗ്രേവി ഇട്ട് കൊടുക്കണം.
പിന്നെ ഈ ബിരിയാണിക്ക് ഒരുപാട് ഉള്ളീൻ്റെ ഗ്രേവിയൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് ബിരിയാണിയിലൊക്കെ ഒരുപാട് ഉള്ളീൻ്റെ ഗ്രേവി വേണ്ടി ഇഷ്ടമുള്ളവരുണ്ട്. ഇതിൽ അത്ര ഉള്ളി ഗ്രേവിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഗ്രേവി രണ്ടാമത്തെ ലെയറായിട്ട് ഇട്ട് കൊടുത്തു. ഇനി അടുത്ത ലെയർ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ റൈസും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ അല്പം കിസ്മിസും കാഷ്യൂനട്ടും നെയ്യിൽ ഫ്രൈ ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിയും കൂടെ ഇച്ചിരി ഫ്രൈ ചെയ്തതും കൂടെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് അടച്ചു വയ്ക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുക, ബിരിയാണി ഒന്ന് ദമ്മായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ റൈസൊക്കെ നല്ല വിട്ടൊക്കെ നല്ല കുഴയാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്തായാലും നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഉള്ളിയൊന്നും വഴട്ടുകയോ ഒന്നും വേണ്ട. സമയമില്ലാത്ത ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റിയുമാണ് ഇത് കഴിക്കാൻ. നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.